മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്യുതം തച്ചാന്തക്കരണം വിഭോ തവ ബലാൽ സത്വാംശയേവാസൃജൽ ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണ താമസാംശാൽ പുനഃ തന്മാത്രം നഭസോ മരുൽ പുരവതേ ശബ്ദോ ജനിത്വദ്ബലാൽ. അങ്ങനെ സാത്യാഹങ്കാരം, ആ സാത്യാഹങ്കാരത്തിനെ ഒന്നുകൂടി പറഞ്ഞിട്ട് രാജസാഹങ്കാരത്തിൽ നിന്നും താമസാഹങ്കാരത്തിൽ നിന്നും എന്തെല്ലാം ഉണ്ടായി അതാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. അപ്പം സാത്വികമായിട്ടുള്ള അഹങ്കാരം വൈകാരികം, ആ വൈകാരിക അഹങ്കാരത്തിൽ 14 ദേവതകൾ ഇന്ദ്രിയങ്ങളുടെ അതിദേവതകളായിട്ടുണ്ടായി. അതായത് 4 കൂടുമ്പോഴാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് രാജസാഹങ്കാരം, ആ രാജസാഹങ്കാരത്തിൽ എന്തൊക്കെ ഭാവങ്ങളുണ്ടായി, താമസാഹങ്കാരത്തിൽ നിന്ന് എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. ഈ സൃഷ്ടിക്കപ്പെട്ടതൊക്കെ എന്താണ് അത് മനസ്സിലാക്കണം. അങ്ങയുടെ വിരാട്, അത് നമ്മൾ മറന്നുപോരുത്. ഈ സൃഷ്ടിക്കപ്പെടുന്നത് മുഴുവൻ എങ്ങനെയാണ് അങ്ങയുടെ വിരാട് സ്വരൂപം? സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാൽ, സഹസ്രബാഹു. പുരുഷ സൂക്തം പറയുന്നു അല്ലേ? എന്ത് പറയുന്നു? അങ്ങാരാണ്? നമുക്ക് ഒരു തലയുള്ളൂ, അതുകൊണ്ടാണ് തോറ്റിരിക്കുക. ഇവിടെ ഭഗവാൻ എത്രയാന്ന് പറഞ്ഞ സഹസ്രശീർഷ പുരുഷ, 1000 തലകളോട് കൂടിയതായ പുരുഷൻ. സഹസ്രാക്ഷ, 1000 കണ്ണുകളോട് കൂടിയായിരിക്കുന്ന പുരുഷൻ. പിന്നെ സഹസ്രാക്ഷ, സഹസ്രപാൽ, 1000 കാലുകള്, 1000 കൈകള്, 1000 കണ്ണുകള്, 1000 ബാഹുക്കള്. ഇങ്ങനെ ആണ് പറയുന്നത്. എന്താ ഈ 1000? 1000 എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? 999 അല്ല എന്നാണോ അതിന്റെ അർത്ഥം? അനന്തം. സഹസ്രഭണ സംയുക്തനായ അനന്തൻ എന്നാണ്. അനന്തം അർത്ഥം എന്താണ്? അന്തമില്ലാത്തത് എന്നാണ്. അപ്പൊ സഹസ്രം എന്നുള്ളത് ഒരു കണക്ക് പറയാന്നുള്ളൂ, അനവധി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സഹസ്രം. അതുപോലെയാണ് സഹസ്രശീർഷ പുരുഷ, സഹസ്രശീർഷനാണ് പുരുഷൻ. 1000 തലകളോടുകൂടി എന്ന് വെച്ചാൽ അനന്തമായിരിക്കുന്നത്. ഓരോ തലയും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരുടെയും അതാണ് ഈ സഹസ്രശീർഷ. അപ്പൊ ആ വിശ്വരൂപനാണ് എന്ന് കാണിക്കുകയാണ്. അതാണ് വിരാട് സ്വരൂപം. ഭഗവാൻ വിശ്വരൂപനാണ്. എല്ലാറ്റിലും ഭഗവാന്റെ അംശങ്ങൾ ഇരിക്കുന്നുണ്ട്. മനുഷ്യനിലായാലും മൃഗങ്ങളിലായാലും പക്ഷികളിലായാലും എല്ലാറ്റിലും മനുഷ്യന്റെ ഈശ്വരന്റെ ഭാവമാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അഹിംസ എന്നുള്ളതിനെ പറയുന്നത്. ഹിംസിക്കരുത്, ഭഗവാനാണ്. പശുവിനെ കൊല്ലരുത്, അത് ഭഗവാനാണ്. മൃഗങ്ങളെ ഉപദ്രവിക്കരുത്, പക്ഷികളെ കൊല്ലരുത്, ഭഗവാനാണ്. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഈ കാണുന്നതായ വിശ്വം. എന്നിലും നിങ്ങളിലും തൂണിലും തുരുമ്പിലും വൃക്ഷലതാദികളിലും പക്ഷിമൃഗാദികളിലും സ്ഥിതി ചെയ്യുന്നത് അങ്ങയുടെ ഭാവം തന്നെയാണ്. ആ ഭാവം ഇല്ലെങ്കിൽ ഇതൊന്നും ഈ രൂപത്തിൽ ഇല്ല. ആത്മവൽ സതതം പശ്യൽ അഭി കീടപിപീലിക എന്നാണ് പറയുന്നത്. ഒരു ജീവികളെ ഉപദ്രവിക്കരുത്, കീടപിപീലികങ്ങളെ കൂടി ഉപദ്രവിക്കുക. പിപീലികാത്ത ഉറുമ്പ്, കീടങ്ങള്, ഉറുമ്പുകള്, ഇതുകളെ കൂടി ഉപദ്രവിക്കരുത്. കാരണം എന്താ? ആത്മവൽ സതതം പശ്യൽ, അവനവനെ പോലെ കാണണം അതിനെ. ആ ജീവിയെക്കുറിച്ച് അതിനെന്താണ് വിചാരം? ഒരു കീടത്തിനെ അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തോന്നല് ഞാൻ എന്നുള്ള, നമുക്ക് എങ്ങനെയാണോ ഞാൻ എന്ന് തോന്നുന്നത്, എനിക്ക് ഞാൻ എന്ന് തോന്നുന്ന പോലെയാണ് ആ കീടത്തിന് ഞാൻ. ഈ ഞാൻ അതിലായിരുന്നുവെങ്കിലോ ആലോചിക്കണം. ഓ കൊല്ലപ്പെടുന്നു, ശരിയല്ലേ? സഹിക്കോ? ആ കൊല്ലപ്പെടുമ്പോ അതിന്റെ ഒരു ശാപം ആർക്ക് കിട്ടണു? കൊല്ലുന്ന ആൾക്ക് കിട്ടണം. ഞാൻ എങ്ങനെയാണോ ആ ഞാനായിട്ട് അതിനെ കാണാറാവണമെന്നാണ്. ഒരു ഉറുമ്പ് പോകുന്നുണ്ടെങ്കിൽ അതിനെ ചവിട്ടി കൊല്ലാതെ ഞാനാണ് പോകുന്നതെന്ന് തോന്നിയാൽ ചവിട്ടോ? പറയൂ. ഞാനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ കീടത്തിനെ കൊല്ലുവോ? അതാണ് ആത്മവൽ സതതം പശ്യൽ, എല്ലായ്പ്പോഴും അങ്ങനെ കാണാറാവണം. അഭിക്കീടപിപീലിക്കും. നമ്മളതിനെ കൊല്ലാൻ കാരണം അതിനേക്കാൾ ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്.
ആ ശക്തി നമ്മൾ ദുർവിനിയോഗം ചെയ്യാണ്. അത് മനസ്സിലാക്കല്ല ചെയ്യുന്നത്. ഞാൻ ശക്തനായതുകൊണ്ട് അതിനെ ഉപദ്രവിക്കുക ചെയ്യരുത്. ആത്മവൽ, നമ്മുടെ ശാസ്ത്രം പറയുന്നതാണ്, ആത്മവൽ സതതം പശ്യേൽ അഭികീടവിപീലികം. മനസ്സിൽ വയ്ക്കുന്നത്. അഹിംസ ഇല്ലാതെ അധ്യാത്മമില്ല. മനസ്സിലാക്കിക്കോളൂ. അഹിംസ ഇല്ലാതെ അധ്യാത്മമില്ല. ഹിംസ തമസ്സാണ്. തമസ്സുകൊണ്ട് ഒരു മനസ്സും വളരില്ല ആത്മീയത്തിലേക്ക്. അതുകൊണ്ടാണ് അഹിംസ പരമോ ധർമ്മം. പരമമായിരിക്കുന്ന ധർമ്മം ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മം അതാണ് പരമോധർമ്മ. അഹിംസ നഹിംസ്യാൽ സർവഭൂതാനാം. ഒരു ഭൂതങ്ങളെയും ഹിംസിക്കരുത്. യോഗത്തിന് ആദ്യം പറയുന്ന യമങ്ങളിൽ നമ്മൾ പഠിച്ചു അഹിംസ. രണ്ടാമത് വേണ്ടത് എന്താണ്? സത്യം. അല്ലേ? സത്യം. സത്യമാണ് വേണ്ടത്. സത്യം ആണ്. ഈ രാജ്യഭരണമുള്ളവർക്കൊക്കെ സത്യമാണ് അത്ര ആദ്യം വേണ്ടത്. ഇങ്ങനെ മിനിറ്റ് വെച്ച് നുണ പറയാൻ പാടില്ല എന്ന് ഇപ്പൊ കാണാറില്ലേ? നമ്മൾ ടി വിയിലൊക്കെ കാണാറില്ലേ? മിനിറ്റ് വെച്ച് മാറിയിട്ട് അഭിപ്രായം മാറ്റി പറയാം. സത്യമാണ് ഭരണാധികാരിക്ക് വേണ്ടത്. ഒന്നാമത്തെ ഗുണം എന്താണ്? ധർമ്മവും സത്യവും. ഈ ഭൂമിയെ പരിപാലിക്കുന്നതാണ് രാജാവിന്റെ ധർമ്മം. ഭൂമി പരിപാലനം വെച്ചാൽ ഭൂമിയല്ല, ഭൂമിയിലിരിക്കുന്ന മനുഷ്യരുമല്ല, ഭൂമിയിലിരിക്കുന്ന ജന്തുക്കളല്ല, സകല ചരാചരങ്ങളെയും പാലിക്കണം എന്നാവും. ഒരു വൃക്ഷത്തിനെ പാലിക്കുന്നത് കൂടി രാജാവിന്റെ കടമയാണ്. കീടവിപീലിങ്ങളെ ഇത് കൂടി രാജാവിന്റെ കടമയാണ്. അല്ലെങ്കിൽ ഒരു പശുവിനെ, ഒരു കാളയെ തല്ലണ കണ്ടിട്ട് രാജാവിന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? പരീക്ഷിത്ത് മഹാരാജാവല്ലേ ചോദിക്കുന്നത് എന്തിനായി അടികൊള്ളുന്നു. അപ്പൊ കാളയെ കൂടി സംരക്ഷിക്കേണ്ട ചുമതല ആർക്കുണ്ട്? രാജാവിനുണ്ട്. ഭൂമി പരിപാലനമാണ്. ധർമ്മം, സത്യം, അഹിംസ ഇതില്ലാതെ ആധ്യാത്മികമായിട്ടുള്ളൊരു പുരോഗതി, ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളത് ഇല്ല. നമുക്കത് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഉദ്ദേശിച്ച പ്രവൃത്തിയിൽ എത്തില്ല. അതാണ് മനസ്സിലാക്കണം. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തക്കരണം വിഭോ തവ ബലാൽ സത്വാംശയേവാസൃജൽ. അപ്പൊ ഈ അധിദേവതകളുടെ പ്രേരണയാണ് ഇന്ദ്രിയ പ്രവൃത്തി. ഈ ദേവതകളെ സൃഷ്ടിച്ചു. മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യാന്വിതം. നമ്മൾ തിരിച്ചറിയുന്നുള്ളത് ബുദ്ധിയുടെ പ്രവൃത്തി, മനസ്സിന്റെ പ്രവൃത്തി, അഹങ്കാരത്തിന്റെ പ്രവൃത്തി, ഇതൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ. നമ്മളെ ഉള്ളിലൊരു വിചാരം ഉണ്ടാവുന്നുണ്ട്, അത് മാത്രമേ നമ്മൾ മനസ്സിലാകൂ. അതെങ്ങനെ ഉണ്ടാവുന്നു എന്നാണ്. മനസ്സിന്റെ എവിടെ? ചിത്തന്റെ എവിടെ? ബുദ്ധിന്റെ എവിടെ? അഹങ്കാരന്റെ എവിടെ? ഇതെല്ലാം ചേർന്നിട്ട് ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? ആരാ ചിന്തിക്കുന്നത്? ഞാൻ. ഞാനാണ് ചിന്തിക്കുന്നത്. അഹങ്കാരയ്യോ? അതെ. എന്തുകൊണ്ട് ചിന്തിക്കുന്നു? എന്തുകൊണ്ട് മനസ്സിലാക്കുന്നു? എൻ്റെ ബുദ്ധി കൊണ്ട്. ഞാൻ ആ വസ്തുവിനെ ഗ്രഹിച്ചതും കാണുന്നതോ എൻ്റെ മനസ്സുകൊണ്ട്. ആ മനസ്സിന്റെ അടിത്തട്ട് എവിടെയാണ്? ചിത്തത്തിലാണ്. ഈ നാലെണ്ണം ചേർന്നിട്ടുള്ള മിളൽ, മേളനം, ഈ നാലെണ്ണത്തിന്റെയും മാനസ, ബുദ്ധി, അഹങ്കൃതി, മിളൽ, ചിത്താഖ്യ, ചിത്തം എന്നുള്ളതും കൂടി ചേർന്നുള്ള വൃത്തി ഉണ്ടാവുന്നു മനസ്സ്. വൃത്തി ചേർന്നോ വർത്തനം ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു ചിന്ത ഉണ്ടെങ്കിൽ, ഒരു വിഷയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ നാലെണ്ണം കൂടി ചേർന്നുണ്ടാവുന്നതാണ് തച്ചന്തക്കരണം വിഭോ. അതിന് പറയുന്ന പേരാണ് അല്ലയോ വിഭോ, അന്തക്കരണം, ഉള്ളിലായ കരണങ്ങൾ. കണ്ണ്, കാത്, ഇതൊക്കെ എന്താണ്? ബഹിക്കരണം, പുറത്തേക്കുള്ളതാണ്. കണ്ണുകൊണ്ട് ആരെങ്കിലും ആത്മാവിനെ കണ്ടുണ്ടോ? വസ്തുക്കളല്ലാതെ. കാതുകൊണ്ട് ആത്മനാദം കേട്ടിട്ടുണ്ടോ? അന്തർനാദം കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കേൾക്കും സമാധിയില്. വീണ വേണു മൃദംഗ ശംഖപടഹ, നിങ്ങളുടെ നാദങ്ങൾ കേൾക്കുത്രേ. ഉൾഭാഗത്ത് നിന്ന് കേൾക്കുന്ന പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് അനാഹതമായിരിക്കുന്ന ശബ്ദം, അനാഹതധ്വനി. അനാഹതധ്വനി ഞാൻ ആഹത ഇല്ലാത്തതായിരിക്കുന്ന ധ്വനി. ആഹതാന്ന് വെച്ചാലോ നാശം ഇല്ലാത്തതായിരിക്കുന്ന നിരന്തരമായിരിക്കുന്ന ശബ്ദധ്വനികള് ഹൃദയാകാശത്തിൽ ഉദിക്കുന്നു എന്ന്. എവിടെ? സമാധ്യാവസ്ഥയിൽ. ആ ശബ്ദങ്ങൾ എങ്ങനെ? മൃദംഗ ശംഖ പടഹ ആദൗ ജലതി ജീമൂത്, പലതരത്തിലുള്ള ശബ്ദങ്ങൾ. മേഘഗർജനം പോലെയും, സമുദ്രത്തിന്റെ അല പോലെയും, ശംഖിന്റെ പോലെയും,
വീണ പോലെയും മൃദംഗം പോലെയുമുള്ള ശബ്ദധ്വനികൾ ഉള്ളിൽ കയറുന്നിട്ട് അവസാനം അതിങ്ങനെ പോയി ആ ശബ്ദങ്ങൾ മാറി മാറി വന്ന് അത് പ്രണവധ്വനിയായിരിക്കുന്ന അനാഹത ശബ്ദമായിട്ട് ഓങ്കാരമായിട്ട് മാറും. ശംഖ് വിളിച്ചാൽ കേൾക്കുന്ന നാദം എന്താണ്? ഓം എന്നുള്ള പ്രണവം. മണിയടിക്കുമ്പോൾ കേൾക്കുന്നത് എന്താണ്? ഓം എന്നുള്ളത്. ചെണ്ട കൊട്ടുമ്പോൾ കേൾക്കുന്നത് എന്താണ്? ഓം എന്നുള്ളത്. ഇതല്ലാതൊരു ധ്വനി ഇതിൻ്റെ ഉള്ളിലില്ല. ശംഖ് ഊരിയാലും ചെണ്ട കൊട്ടിയാലും മർദ്ദനം കൊട്ടിയാലും വീണ വായിച്ചാലും അതിൽ നിന്നെല്ലാം ഉത്ഭവിക്കുന്നത് ഓംകാരമാണ്. അതിൻ്റെ ശക്തിവിശേഷങ്ങളെ കൊണ്ടത് പല രൂപത്തിലുള്ള ശബ്ദധ്വനികൾ പുഷ്പങ്ങളായിട്ട് മാറുന്നു, ഒന്ന് വലുതാവുന്നു. ഓംകാരം കച്ചടവാദികളായിരിക്കുന്ന വർണ്ണങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതല്ലാതെ അതിലെല്ലാം പൊരുളായിരിക്കുന്നത് എന്താണ്? പ്രണവധ്വനി തന്നെ, ആ ഓംകാരത്തിന്റെ നാദം തന്നെ. ബഹിർക്കരണങ്ങളാണ് ചക്ഷുരാദികള്, പുറമേക്ക് കാണാനുള്ളതാണ്. ഉള്ളിൽ കാണാൻ അന്ധക്കരണങ്ങൾ വേണം. അന്ധക്കരണങ്ങളെ കൊണ്ട് ഈശ്വരനെ ദർശിക്കണം. അത് പറ്റാത്തതുകൊണ്ട് നമ്മൾ ബഹിർക്കരണങ്ങൾ കൊണ്ട് ദർശിക്കാനുള്ള ഒരു വിഗ്രഹത്തിനെ ഉണ്ടാക്കി അതേ അന്ധക്കരണത്തിലേക്ക് എടുക്കുന്നു, അല്ലേ? തച്ചന്തക്കരണം വിഭോ തവ ബലാൽ സത്വാംശയേവാസൃജൽ. ഈ അന്ധക്കരണത്തിനെ, നാലായിരിക്കുന്ന അന്ധക്കരണത്തിനെ എങ്ങനെ? സത്വാംശേവ അസൃജൽ, അങ്ങയുടെ സത്വാംശം തന്നെയാണ് സൃഷ്ടിച്ചത് എന്നർത്ഥം. ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണ ജാതൈജസതോ, തേജസാഹങ്കാരം. അപ്പൊ സാത്വികം കഴിഞ്ഞു കേട്ടോ. അത് വിട. ഇനി എന്തായി? രാജസാഹങ്കാരം എന്നൊന്നുണ്ട്. ആ രാജസാഹങ്കാരത്തിന് എന്തുണ്ടായി? ദശേന്ദ്രിയഗണ, ദശ ഇന്ദ്രിയങ്ങളുണ്ടായി, 10 ഇന്ദ്രിയങ്ങളുണ്ടായി. 10 ഇന്ദ്രിയങ്ങൾ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. താമസാംശാൽ പുന തന്മാത്രം നഭസോ മരുൽ പുരപദേ ശബ്ദോജനിത്വദ്ബലാലൽ. പിന്നെന്താണ്? താമസാഹങ്കാരം. താമസാഹങ്കാരത്തിൽ നിന്ന് എന്തുണ്ടായി? ജഡസ്വരൂപങ്ങളുണ്ടായി. രാജസാഹങ്കാരങ്ങളിൽ നിന്ന് പ്രവൃത്തി സ്വരൂപമായിരിക്കുന്ന ദശേന്ദ്രിയങ്ങളുണ്ടായി. സാത്വികാഹങ്കാരത്തിൽ നിന്ന് എന്തുണ്ടായി? ദേവതകളുണ്ടായി, ദിവ്യമായിരിക്കുന്ന വസ്തുക്കളുണ്ടായത് സാത്വികാഹങ്കാരത്തിൽ നിന്നും. ഭൂമിയിൽ ഇളകുന്നതായും പ്രവർത്തിയെടുക്കുന്നതായുള്ള വിഷയങ്ങൾ, ഭൗതികമായിട്ടുള്ള വിഷയങ്ങളായിട്ട് ബന്ധിപ്പിക്കുന്നതായ ഇന്ദ്രിയങ്ങൾ തൈജസാഹങ്കാരത്തിൽ നിന്നും. ജഡപദാർത്ഥങ്ങളുണ്ടായി. ഏത്? പ്രജ്ഞയില്ലാത്തതായിരിക്കുന്ന പദാർത്ഥങ്ങൾ, അതാണല്ലോ ജഡം. താമസാഹങ്കാരത്തിൽ നിന്ന്. അതെന്താണ്? ആകാശം ആദ്യം ഉണ്ടായി. ആദ്യം എന്തുണ്ടായി? ആകാശം ഉണ്ടായി. ആത്മന ആകാശ സംഭൂത. ആകാശത്തിൽ നിന്നാണ് വായു ഉണ്ടായത്, വായു നിന്നാണ് അഗ്നി ഉണ്ടായത്, അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടായത്, ജലത്തിൽ നിന്നാണ് പൃഥ്വി ഉണ്ടായത്, ഭൂമി ഉണ്ടായത്, അല്ലേ? ആദിയിൽ വചനമുണ്ടായി എന്ന് പറയാറില്ലേ? ആദ്യം ഉണ്ടായി ആകാശം ഉണ്ടായി. ആകാശത്തിന്റെ ഒരു ഗുണമാണ് ശബ്ദം. ശബ്ദത്തിന്റെ തരംഗങ്ങളിൽ നിന്നാണ് പൃഥ്വി ഉണ്ടാവുന്നതേ. ശബ്ദതരംഗങ്ങൾ ചേരുമ്പോൾ ആ ശബ്ദതരംഗങ്ങൾ ഇളകാൻ തുടങ്ങുന്നു വായുവിനെ കൊണ്ട്. ആ വായുവിനെ കൊണ്ട് ഇളകുമ്പോൾ എന്തുണ്ടായി? ചൂട് പിടിക്കുന്നു. ചൂട് പിടിക്കുമ്പോൾ അഗ്നി ഉണ്ടാവുന്നു. അഗ്നി ചൂട് പിടിപ്പിച്ചാൽ എന്തുണ്ടാവും? അഗ്നിന്ന് ബാഷ്പം ഉണ്ടാവുന്നു, ജലം ഉണ്ടാവുന്നു. ആ ജലബാഷ്പങ്ങൾ ഘനീഭവിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? പൃഥ്വി ഉണ്ടാവുന്നു. ജഡ. അപ്പൊ ശബ്ദത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്, അല്ലേ? അപ്പൊ മന്ത്രത്തിൽ നിന്ന് ദേവതയെ സൃഷ്ടിക്കാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആണോ? അല്ലേ? ആണോ? അതെ. കാരണം എന്താ? ശബ്ദത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായത്. ഞാൻ പറയണത്, ശാസ്ത്രം പറയണമെന്ന് മാത്രമല്ല, സയൻസും തന്നെ പറയുന്നത്. വൈബ്രേഷൻ ദാറ്റ് കോസസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദി മാറ്റർ എന്നാണ് പറയുന്നത്. ഒരു വസ്തു ഉണ്ടാവണമെങ്കിൽ ഖരമായിരിക്കുന്ന പദാർത്ഥങ്ങളുടെ സൂക്ഷ്മമായിരിക്കുന്ന ഭാവം, അതിന്റെ ഒറിജിൻ എവിടെയാണ്? ശബ്ദമാണ്. ശബ്ദതരംഗങ്ങളുടെ ഫോക്കസ് ഒരു ഭാഗത്ത് യോജിക്കുമ്പോൾ എന്താവും? ഒരു ഖരപദാർത്ഥമാകുന്നു. ആകാശം ആത്മന ആകാശ സംഭൂത. ആത്മാവിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഭൂമി. ഏറ്റവും താമസമായിരിക്കുന്നത് ഏതാണ്? ഭൂമിയാണ്, പൃഥിവിയാണ്, അല്ലേ? ഇതിപ്പോ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ,
ഇത് നമുക്ക് ഈ പരിണാമം ഊർധ്വപരിണാമാണോ അധപരിണാമാണോ? ഊർധ്വപരിണാമാണോ? ഈശ്വരൻ നിന്ന് പൃഥ്വി ഉണ്ടായത് മുകളിലേക്കാണോ പോകുന്നത്, താഴേക്കാണോ പോകുന്നത്? താഴേക്കാണ് പോകുന്നത്. തമസ് വരെയാണ് എത്തുന്നതേ. ഡിസെൻഡിങ് എവല്യൂഷനാണ്. ഈശ്വരനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു പറഞ്ഞാൽ എന്തിനെ സൃഷ്ടിച്ചു? ജഡപദാർത്ഥങ്ങളെ സൃഷ്ടിച്ചു. അത് താഴേക്കല്ലേ? ഈ ജഡപദാർത്ഥങ്ങളുടെ മോളിക്ക് ഉയരലാണ് നമ്മളുടെ പ്രവൃത്തി. ഈ ശരീരത്തിന് ഉപേക്ഷിക്കുന്നു, പ്രാണനിൽ പ്രവർത്തിക്കുന്നു, പ്രാണനെ ഉപേക്ഷിക്കുന്നു, മനസ്സിൽ പോകുന്നു, മനസ്സിനെ ഉപേക്ഷിക്കുന്നു, ബുദ്ധിതത്വത്തിൽ പോകുന്നു, ബുദ്ധിയെ ഉപേക്ഷിച്ച് അഹങ്കാരത്തിൽ കൂടെ ആത്മാവിനെ പ്രാപിക്കുന്നു. അതോ അസെൻഡിങ് എവല്യൂഷൻ, മുകളിലേക്കുള്ളതായ പ്രവൃത്തി. ഇത് താഴേക്കുള്ളതായ സൃഷ്ടി. നമ്മൾ മുകളിലേക്കാണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും, അല്ലേ? എവിടുന്ന് സൃഷ്ടി ഉണ്ടായി? അതാണല്ലോ മുകളില്. നമ്മൾ വീട്ടിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട്, മുത്തച്ഛന്റെ ഫോട്ടോ, അതിന്റെ താഴെ അച്ഛന്റെ ഫോട്ടോ, അതിന്റെ താഴെ, അല്ലേ? ആ മുകളിലുള്ളത് ഏതാണ്? പഴയതാണ്. അവിടെ നിങ്ങൾ കീഴ്പ്പെട്ട സൃഷ്ടി. ഈ ക്രമത്തിൽ തന്നെ സാഖ്യത്തിന്റെ തത്വമാണ് ഫോട്ടോ വയ്ക്കുന്നത്. ശിവന്റെ മുകളിൽ. ശരിയല്ലേ? അതുപോലെയാണ്. അപ്പൊ തേജസാംശത്തിൽ നിന്ന് ദശേന്ദ്രിയങ്ങളുണ്ടായി. പിന്നെ അംശം എന്താണ്? രാജസമാണ്. താമസാംശാൽ പുന തന്മാത്രം നഭസോ മരുൾ പുരപതേ ശബ്ദോജനിത്വദ്ബലാൽ. അങ്ങയുടെ ബലത്താൽ അല്ലയോ ഭഗവാനെ മരുൾപുരപതേ. മരുൾപുരപതേ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? മരുത്തുക്കൾ വെച്ച ദേവന്മാര് എന്നർത്ഥം. ദേവന്മാരുടെ കൂടി പതിയായിരിക്കുന്നവനെ എന്നാണ്. ദേവാദിദേവ എന്നാ പറയുന്ന മരുൾപുരപതേ. ഒരു ശബ്ദത്തിന് എത്ര നല്ല അർത്ഥം പറയാറോ സംസ്കൃതമാകുമ്പോൾ? അതിന്റെ റൂട്ട് ഒന്നാണെങ്കിൽ അതിന് ചനച്ചം പൊട്ടുന്നത് പലതായിട്ടാ. മൂലം ഒന്നായിരിക്കും, പക്ഷെ 2, 3, 4 ആയിട്ട് പൊട്ടിയൊരു പുറത്തേക്ക്. മരുൾപുരപതേ ഗുരുവായൂരപ്പ, അല്ലേ? മരുൾപുരം ഗുരുവായൂര്. മരുത് ദേവന്മാര്. മരുൾപുരപതേ ദേവലോകത്തിന്റെയും കൂടി പതിയായിരിക്കുന്നവനെ. ഇനി വേണം അർത്ഥം. നീ പറയാം മനസ്സിൽ. മരുൾപുരപതേ തന്മാത്രം നഭസോ. ആദ്യം നഭസ്സിന്റെ ആകാശത്തിന്റെ തന്മാത്രയായിരിക്കുന്ന ശബ്ദോജനി ത്വദ്ബലാൽ. അങ്ങയുടെ ബലത്താൽ ശബ്ദമുണ്ടായി. ആദ്യം ഉണ്ടായത് ശബ്ദമുണ്ടായി, ശബ്ദ തന്മാത്രയുണ്ടായി എന്ന്. ആകാശത്തിന്റെ തന്മാത്രയായിരിക്കുന്ന ശബ്ദം ഉണ്ടായില്ല എന്നാണോ? ഉണ്ടായി. അപ്പോ തന്മാത്രം നഭസോ മരുൾപുരപതേ ശബ്ദോജനി ത്വദ്ബലാൽ. അങ്ങനെ ശബ്ദമുണ്ടായി. ഇനി ആ ശബ്ദത്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി? താമസികമായിരിക്കുന്ന വികാരങ്ങൾ എന്നുള്ളതാണ് അടുത്ത ശ്ലോകം കൊണ്ട് പറയുന്നത്.